നമ്മുടെ ഓമന നേതാവേ, ധീരതയോടെ മരിച്ചോളൂ. മതി 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 നിർത്ത്. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ജംഗ്ഷനിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ 3 നോട്ടുമാല എന്റെ കഴുത്തിലിടാൻ വേണ്ടിയിട്ട് 3 നോട്ടുമാല നിങ്ങളുടെ കയ്യിൽ ഞാൻ തന്നിരുന്നു. 1 നോട്ടുമാല എന്റെ കഴുത്തിലിട്ടുള്ളൂ, ബാക്കി 2 മിസ്സിംഗ് ആണ്. ഓരോ മാലയിലും 2000 രൂപ വെച്ച് ഞാൻ കൊടുത്തിട്ടിരുന്നു. അത് എന്റെ കാശാണ്. ആ മുഖ്യവനെയൊക്കെ ഞാൻ പൊക്കും കേട്ടോ. ഇപ്പൊ തൽക്കാലം ഒരു ആളുടെ വീട്ടിലെത്തിയേക്കാണ്. മിണ്ടണ്ട. ചേച്ചിയേ, ചേച്ചിയേ, ചേട്ടോ, ഓ നിങ്ങൾ പറഞ്ഞേ നമസ്കാരം. ഓ ഇത് ആരൊക്കെയാ ഇത്? അയ്യോ, നമ്മളെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അയ്യോ, മനസ്സിലാവാത്തോണ്ടൊന്നുമല്ല. ഞാൻ എങ്ങനെ എപ്പോഴും പറയുന്ന പോലെ ഒരു ഭംഗി വാക്ക് പറഞ്ഞതേ ഉള്ളൂ. ഭംഗി വാക്ക് പറഞ്ഞതാണോ ചേച്ചി? അല്ല, 5 കൊല്ലത്തിന് മുമ്പ് ഇതേപോലെ വന്നിട്ട് പോയതാണല്ലോ. പിന്നെ ഈ വഴിക്കൊന്നും കണ്ടിട്ടില്ല. ഇപ്പോഴെങ്കിലും വരാൻ പറ്റിയതിന് ദൈവത്തിനോട് നന്ദി പറ. തിരക്കോട് തിരക്കായിരുന്നില്ലേ? പക്ഷെ ഞാൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എന്താണ്, ഞാൻ മാറ്റങ്ങൾ കൊണ്ടുവന്നില്ലേ? പിന്നെ ഭയങ്കര മാറ്റമല്ലേ. അന്ന് വന്നതിനേക്കാളും കുറച്ച് തടി കൂടിയിട്ടുണ്ട്, കുറച്ച് മുടി നരച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് കുറച്ച് മുടി പോയിട്ടുണ്ട്. ഭയങ്കര മാറ്റം. നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്, പക്ഷെ പഞ്ചായത്തിനൊരു മാറ്റവും വന്നിട്ടില്ല. ഒരു സമൂഹം നന്നാവണമെങ്കിൽ ആദ്യം വ്യക്തി നന്നാവണം. ഞാനിപ്പോ നന്നായില്ലേ, ഇനി പതുക്കെ സമൂഹം നന്നായിക്കോളും. അയ്യോ, ആയിക്കോട്ടെ. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഏത് വാർഡിൽ നിന്നാണ് ജയിച്ചത്? ഏത് വാർഡാടാ? 16 തോന്നുന്നു. അതെന്നെ, നിന്റെ 16 അടിയും തെരഞ്ഞ. അല്ല, ഒന്നുമില്ല, ഞാനിങ്ങനെ ഓരോ പിന്നെ ചേച്ചി, മൺവെട്ടിക്ക് കുത്തണം. തന്നെ കാണുമ്പോഴേ തന്നെ മൺവെട്ടിക്ക് കുത്തണമെന്ന് ഞാൻ വിചാരിച്ചു. എന്നെ കുത്തണമെന്നല്ല, എന്റെ ചിന്തമാണ് മൺവെട്ടി. ആ മൺവെട്ടിയിലേക്ക് ചേച്ചിയുടെ വോട്ടവകാശം രേഖപ്പെടുത്തണമെന്നാ പറഞ്ഞത്. അത് മാത്രമല്ല, പഴയ പാർട്ടിയല്ല, നമ്മുടെ ഇപ്പൊ പുതിയ പാർട്ടി JDF. അതെന്താ നിങ്ങൾ പാർട്ടി മാറിയത്? പഴയ പാർട്ടിയിൽ എനിക്ക് സീറ്റ് തന്നില്ല, പിന്നെ നമ്മൾ അവിടെ നിൽക്കേണ്ട കാര്യമുണ്ടാ. ഞാൻ മറുകണ്ഠം ചാടിയില്ല, ഇപ്പൊ JDF-ലാണ് മത്സരിക്കുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ട്. പറയും, എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാലോ. കുടിക്കാൻ ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല. കുടിക്കാൻ വെള്ളമില്ല? ഇപ്പൊ തന്നെ ഞാൻ പരിഹരിക്കാം. ഒരു കവളെ കുടിക്കാവൂ, ബാക്കി ഞങ്ങൾക്ക് കുടിക്കാനുള്ളതാണ്. തന്റെ കുപ്പിയിലെ വെള്ളത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്കിവിടെ കുടിവെള്ളമാണ് പ്രശ്നം. എടാ, ഈ ചേച്ചിനെ മനസ്സിലായോ? കുടിവെള്ള സമരത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ പോയി സമരം ചെയ്ത ചേച്ചിയാ. എന്നിട്ട് പോലീസുകാർ ജലപീരയ്ക്ക് പ്രയോഗിച്ചു കഴിഞ്ഞപ്പോ ആ പോലീസുകാരെ തോപ്പിക്കാൻ വേണ്ടി ചേച്ചി സോപ്പും തോർത്തു കൊടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് കുളിച്ചു. എന്നോട് കളിച്ച അങ്ങനെയൊക്കെ ഇരിക്കും. ഏതാണ്ട് ഈ കിണറ്റില് 2 തൊടിയും കൂടെ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടും. അതിന് നിങ്ങൾ പരിഹാരം ഉണ്ടാക്കി തന്നാ നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഞാനും ഒരു പരിഹാരം കാണാം. ഇപ്പൊ തന്നെ പരിഹാരം വേണം. ഇപ്പൊ തന്നെ എനിക്കൊരു പരിഹാരം വേണം. എങ്കിലും ഞാൻ കാണികളുമായിട്ട് കൂലങ്കഷമായിട്ട് ഒന്ന് ചർച്ച ചെയ്യട്ടെ. ചർച്ച ചെയ്തോ? തോറ്റിട്ടില്ല, 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 തോറ്റ ചരിത്രം കേട്ടിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല, തോറ്റിട്ടില്ല, 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 തോറ്റ ചരിത്രം കേട്ടിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. 10ാം ക്ലാസ്സിൽ 10 വട്ടം എഴുതിയിട്ട് ജയിച്ചിട്ടില്ല. അവനാണ് തോറ്റ ചരിത്രം കേട്ടിട്ടില്ലെന്ന്. എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു? ഓ, പിന്നെ നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ചേച്ചിയുടെ വോട്ട് നമുക്കാണെന്നറിയാം. എന്നാലും പറയാണ്, നമ്മുടെ ചിഹ്നം റേഡിയോയാണ്. നമ്മുടെ ചിഹ്നം ബെസ്റ്റ് ചിഹ്നം. അവിടെ നിങ്ങൾ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ. ഇവിടുന്ന് നമ്മൾ എന്ത് പറഞ്ഞാലും അങ്ങോട്ട് കേൾക്കത്തില്ല. അത് ശരിയാ. നിങ്ങളുടെ ചിഹ്നം എന്തോ? മൺവെട്ടി. നിങ്ങൾക്ക് ഈ നാടിനെ പറ്റി എന്തെങ്കിലും ചിന്തയുണ്ടോ? എന്താണ് നിങ്ങൾക്ക് ഈ നാടിനെ പറ്റി ഞങ്ങൾ എന്താണ് ചിന്തിക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞ വഴിക്ക് മാലിന്യം കിടക്കണത് കണ്ടോ? അയ്യോ, ഞാൻ കണ്ടില്ല. ഒരൊറ്റ മിനിറ്റ് നിങ്ങൾ ഇവിടെ ചേച്ചിയോട് സംസാരിച്ചിരിക്കാൻ ഞാൻ ടക്കനെ പോയിട്ട് ടക്കനെ വരും. എന്തിന്? മാലിന്യം കിടക്കുന്നു എന്ന് പറഞ്ഞു. മാലിന്യം കിടക്കണ കണ്ടോന്നല്ല ചോദിച്ചത്, മാലിന്യം കുമിഞ്ഞു കൂടി കിടക്കണത് കണ്ടോന്ന്. അതിപ്പോ ഒക്ടോബർ 2-ാം തീയതി വരെയല്ലോ. ഒക്ടോബർ 2-ാം തീയതി വരുമ്പോൾ ഞങ്ങൾ രാഷ്ട്രീയക്കാർ ഞങ്ങൾ തൂമ്പയെടുത്ത് പെടലിക്ക് വെക്കും. പെടലിക്ക് വെച്ചിട്ട് ഞങ്ങൾ ഇത് വെട്ടിയെടുക്കും. അതെന്താ, നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് ഒക്ടോബർ 2-ന് മാത്രമേ തൂമ്പ പൊങ്ങുള്ളൂ? അല്ലാത്തപ്പോ പൊങ്ങും. അന്നേരം ഫോട്ടോ എടുക്കാൻ ആരും വരില്ല. ദൈവമേ, മഹാത്മാഗാന്ധി ജനിക്കാതിരുന്നെങ്കിൽ ഈ നാട് മുഴുവനും മാലിന്യം കൊണ്ട് കൂമ്പാരം കൂടിയേനെ. ചേച്ചി അത് വിളി. ചേച്ചി ചേട്ടനെ വിളിക്ക്. ചേട്ടൻ നമ്മുടെ പാർട്ടിയാണ്, വേറെ ആർക്കും വോട്ട് കൊടുക്കില്ല. ചേട്ടൻ സുഖമായിട്ടിരിക്കുന്നോ? ചേട്ടാ, കാര്യങ്ങളൊക്കെ എന്തായി? അതെ, ചേട്ടൻ മരിച്ചിട്ട് 10 കൊല്ലം കഴിഞ്ഞു. ഈ 10 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഞാൻ ചേട്ടനെ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ രാഷ്ട്രീയക്കാര് കൃത്യം 5 കൊല്ലം ആവുമ്പോ കാണുന്നുണ്ടല്ലോ. അതെങ്ങനെയാ ചേച്ചി ഞങ്ങള് കാണുന്നത്? മരിച്ചുപോയ ആളെങ്ങനെയാ കാണുന്നത്? എന്റെ ചേട്ടൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ അങ്ങ് വരുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങൾ രാഷ്ട്രീയക്കാരെ കാണുമ്പോ ചോദിക്കാൻ വെച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ഈ എക്സിറ്റ് പോൾ? എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ മലയാള സിനിമ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് എക്സിറ്റ് പോൾ. അദ്ദേഹമാണ് മലയാള സിനിമയ്ക്ക്, മലയാള ഗാനസായക്ക് ഒരുപാട് പാട്ടുകൾ സംഗീത സംവിധാനം ചെയ്തു തന്നിരിക്കുന്ന എക്സിറ്റ് പോൾ. അത് അലക്സ് പോൾ അല്ലേ? അവൻ ഭരിക്കാൻ വന്നേ. അപ്പൊ നിങ്ങൾ പറ, എന്താണ് എക്സിറ്റ് പോൾ? എന്റെ പെങ്ങളെ,
ഈ എക്സിറ്റ് പോൾ എന്ന വ്യക്തിയെ എനിക്ക് നേരിട്ട് പരിചയമില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് എന്തിനു പറയണം? ഞാൻ മാറും. സത്യസന്ധമായിട്ടെ ഈ എക്സിറ്റ് പോളും പ്രേതം ഒരുപോലാണ്. അതെന്താ? എക്സിറ്റ് പോൾ ഉണ്ടെന്ന് പറയുന്നു, പ്രേതം ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ ഇന്നുവരെ ആരും കണ്ടിട്ടില്ല. അപ്പം അറിയാമല്ലോ, നമുക്കാണ് ഈ പ്രാവശ്യത്തെ വോട്ട് തരേണ്ടത്. വേറെ ഇനിയും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. വോട്ട് തരണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കാം. എനിക്ക് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ളമാണ്. ഈ കിണറ്റില് 2 തൊടി കൊഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടും. അതാരെനിക്ക് തരുന്നോ അവർക്ക് ഞാൻ വോട്ട് ചെയ്യും. സിമ്പിൾ, ചീള കേസ്, നമ്മളത് ചെയ്തു വന്നേ. കമൺ. ഓയ്യോ ചേച്ചി ആരുണ്ടല്ലോ വന്നേ. നമ്മുടെ കൂട്ടത്തിൽ വിയർക്കുന്ന ആരുണ്ട്? ജോലി ചെയ്താൽ ആരുമില്ല. എനിക്കാണ് നടുപിടിച്ചിരിക്കുക. അപ്പൊ കേന്ദ്രത്തിൽ നാളെ ഇറക്കിയാലോ? വല്ല തീരുമാനമായോ? തീരുമാനം. ഇവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആലോചിച്ചാലും കൊള്ളാം, ആലോചിച്ചില്ലെങ്കിലും കൊള്ളാം. ഇലക്ഷന് മുമ്പ് ആരെനിക്ക് ഇതിൽ നിന്ന് വെള്ളം തരുന്നോ അവർക്കാണ് എന്റെ വോട്ട്. ഓരോ വോട്ടും വ്യക്തിക്ക്, ഓരോ വോട്ടും വ്യക്തിക്ക്, ഓരോ വോട്ടും വ്യക്തിക്ക്, ഓരോ വോട്ടും വ്യക്തിക്ക് വ്യക്തിക്കോട്ട് നൽകുക, വ്യക്തിക്കോട്ട് നൽകുക, വ്യക്തിക്കോട്ട് നൽകുക. പെറ്റിക്കോട്ട് കൊടുക്കണമെന്ന്? ആർക്ക് കൊടുക്കണമെന്ന്? വ്യക്തിക്കോട്ടല്ല, വ്യക്തി എന്റെ പേരാ. എനിക്ക് വോട്ട് തരാനാണ് ഞാൻ പറഞ്ഞത്. യോ പുഷ്പേച്ചി, സുഖമായിട്ടിരിക്കുന്നോ? ഓ സുഖമായിട്ട്. പഞ്ചായത്ത് മഹിളയാണ്. പഞ്ചായത്തിൽ ലഹളയോ? യോ പഞ്ചായത്ത് ലഹളയല്ല, പഞ്ചായത്ത് മഹിള. ഒരേ ഒരു സ്ത്രീ സാന്നിധ്യമാണ്. എനിക്ക് തന്നെ വോട്ട് തരണം. തേപ്പ് പെട്ടിയാണ് ചിഹ്നം. കുത്തണം. ബെസ്റ്റ് ചിഹ്നം. ഈ പഞ്ചായത്തിലെ ചെറുപ്പക്കാരെ മുഴുവൻ തേച്ചവളാണ് ഇവള്. ഇവക്ക് പറ്റിയ ചിഹ്നം തന്നെ കിട്ടി, തേപ്പ് പെട്ടിയ. തന്റെ ചിഹ്നം മൺവെട്ടിയല്ലടോ. ഒക്കെ ഇങ്ങോട്ട് പോരട്ടെ ഇങ്ങോട്ട് പോരട്ടെ എന്നല്ലല്ലോ. താൻ അധികം സംസാരിക്കണ്ട. അതെ, എന്റെ പ്രശ്നം കുടിവെള്ളമാണ്. ഈ കിണറ്റിൽ നിന്ന് ആര് കുഴിച്ച് വെള്ളം തരുവോ അവർക്കാണ് എന്റെ വോട്ട്. എപ്പോ വെട്ടണം? ഇപ്പൊ വെട്ടണം. ഇപ്പൊ വെട്ടണം. ഇപ്പൊ വെട്ടിയേക്കാം. എടാ മക്കളെ വാടാ, കിണർ വെട്ടാടാ. വാ ഇറങ്ങ്, കെട്ടിലിറങ്ങ്. വോട്ട് കിട്ടട്ടാടാ. കിണറ്റിലിറങ്ങ് അങ്ങോട്ട്. ഇങ്ങോട്ട് മാറിയിക്കട, അവര് വെട്ടട്ടാ. ഇറങ്ങ്. നമുക്ക് കിണർ വെട്ടല്ല പണി. നമുക്ക് കിണർ വെട്ടല്ല പണി. അപ്പൊ കിണർ വെട്ടാൻ പറ്റൂല. നിങ്ങളൊക്കെ എന്തിനാണോ മക്കളെ ഞാൻ കൊണ്ടുനടക്കണത്? മാറിക്ക അങ്ങോട്ട്. എന്നാ പിന്നെ ഞാൻ തന്നെ ആര് വെട്ടും കുഴിക്കും വെള്ളം തരും അവർക്കാണ് എന്റെ വോട്ട്. ഞാൻ തന്നെ ഇറങ്ങാം. ആവശ്യം എന്റെ ആണല്ലോ. മാറിക്കടാ അങ്ങോട്ട്. ഇറങ്ങാൻ പോണ്. പിന്നെ അങ്ങ് ഇറങ്ങാം ഇങ്ങോട്ട്. ചെയ്യോന്ന് പറ. വോട്ട് വേണമെങ്കിൽ അയ്യോ എനിക്ക് വോട്ട് വേണം. അല്ല ഞാൻ തന്നെ ഇറങ്ങിക്കോളാം. എടാ ഒന്ന് സഹായിക്കടാ. കാലി പിടിച്ച് തറയിട്ടാ മതിയോ? അയ്യോ തട്ടിയിടാനല്ല, സഹായിക്കാനേ പറഞ്ഞുള്ളു. അയ്യോ എന്റെ നടുവേന മാറി. ഇനി ഞാൻ ഇറങ്ങാം. ഇത് പിടിക്കടാ. പോളേ. ഇതൊന്നും പിടിമക്കളെ. ഇത് വെള്ളത്തിലെ അശേനാണ്. ഇതൊന്ന് മൂടിക്കേ. ഇതെന്തുവാ? എന്താ ഇത് ഇരുട്ട്? ഇതെന്തുവാ? എന്താ അങ്ങനെ? പുഷ്പേച്ചേ പുഷ്പജി വെട്ടമില്ല കേട്ടോ. കിണർ കുടിക്കണ്ടേ? ഞാൻ ഓക്കെയാണ്, മറ്റേ പുള്ളി ഓക്കെ അല്ല. വെട്ടം വേണം. ഇപ്പോഴാണ് എനിക്കൊന്ന് സന്തോഷമായത്. എന്റെ കുടിവെള്ളം മുട്ടിയാൽ എന്താ? ഈ 3 എണ്ണം ഇതിന്റെ അകത്ത് കിടന്ന നമ്മളെ നാട് നന്നാവും.